ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ എത്ര തരം ആളുകളാണ് വന്നു പോകുന്നത്. ചിലർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ചെയ്യും. പക്ഷെ ചില ആളുകൾ വന്ന് ഭയങ്കര എൻ്റർടൈൻ ചെയ്ത് നമ്മളെ ഹാപ്പിയാക്കി നമുക്ക് വേണ്ടതൊക്കെ തന്ന് അവർ പോകും. ചില ആളുകൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കി ഭയങ്കര സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും തന്നിട്ട് വീണ്ടും അവരും വീണ്ടും പോകും. അങ്ങനെ 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 ഒരുപാട് ആളുകളാണ് നമ്മുടെ ലൈഫിൽ മാറി മറിഞ്ഞ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു വിഭാഗം ആളുകളെ കുറിച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഞാൻ ആ ആളുകളെയൊക്കെ അകറ്റി നിർത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അടുപ്പിക്കാറില്ല. നമുക്ക് അറിയാമല്ലോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഞാൻ പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ടും എന്തിനും ഏതിനും പരിഭവങ്ങളായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ആയി അങ്ങനെ പറഞ്ഞില്ല, ആയി ചെയ്തില്ല, ആയി ശരിയായില്ല, എനിക്കത് വിഷമായി, അങ്ങനെ അങ്ങനെ പരാതിയും പരിഭവങ്ങളും. പിന്നെ എല്ലാ കാര്യത്തിലും ചെറുതാണെങ്കിൽ പോലും വലിയ ഇഷ്യൂ ആക്കി നടക്കും. എല്ലാ കാര്യങ്ങളും വലിയ വലിയ സംഭവമാക്കി നടക്കും. പോട്ടെ, അത് ഒഴിവാക്കുക, ചെറിയൊരു കാര്യമല്ലേ എന്ന ആ ഒരു മൈൻഡൊന്നും ഇല്ലാതെ നമ്മളെടുത്തു നിന്ന് എന്തെങ്കിലും വന്ന കുഞ്ഞൊരു വിഷയമായിരിക്കും, ആ ഒരു വിഷയത്തിനെ ഭയങ്കര ഇഷ്യൂ ആക്കിങ്ങാണ്ട് അതിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞ് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ പേഴ്സൺ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനത്തെ ആളുകൾ തന്നെയാണ് ഇനി പറയാൻ പോണ കാര്യങ്ങളും ചെയ്യാൻ പോണത്. എല്ലാ കാര്യങ്ങളോടും അത് ആവശ്യമുള്ളതോ ഇല്ലതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യും. നമുക്ക് ബാധിക്കുന്നുണ്ടോ, നമ്മളെ ബാധിക്കുന്നില്ലേ എന്നൊന്നും നോക്കാറില്ല. അവരങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇന്നെ അത് ബാധിക്കില്ല, ഞാനത് ഒഴിവാക്കട്ടെ എന്നുള്ള ചിന്തയൊന്നും അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വലിയ സംഭവമാക്കി നമ്മുടെ കൂടെ പിടിച്ച് നടക്കെങ്കിൽ പോലും നമ്മൾക്ക് ഒരിക്കൽ പോലും സപ്പോർട്ട് തരാത്ത ആളുകളാണ് അവർ. ഒരിക്കലും ഇനിയിപ്പോൾ നല്ലൊരു കാര്യം നമ്മൾ ചെയ്തു, അപ്പോൾ ഈ ചെയ്ത് അടിപൊളിയായി സൂപ്പറായി അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഇനി എന്നും നല്ല കാര്യം ഈ ചെയ്തത്, അങ്ങനെ ഒരു സപ്പോർട്ട് തരിക, അത്ര മതി. വലിയ സപ്പോർട്ടൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല. കുഞ്ഞ് ഇതേപോലെ നമ്മളെ വാക്കാലുള്ള സപ്പോർട്ട് അതുപോലും തരാത്ത ആളുകളുണ്ട്. പിന്നെ ഇവർ ഭയങ്കര അഹങ്കാരത്തോടെ ആയിരിക്കും സംസാരിക്കുക. ഞാൻ വലിയ സംഭവമാണ്, നിന്നേക്കാൾ നമുക്ക് ഇടപഴകുന്ന ആളുകളായിട്ടോ ഞാൻ പറയുന്നത്, നിന്നേക്കാൾ ഞാനാണ് മുകളിൽ എന്ന് പറയില്ല. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരോട് എന്ത് കാര്യം പറഞ്ഞാലും അവരുടെ തെറ്റ് അവരൊരിക്കലും മനസ്സിലാക്കില്ല. ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവരുടെ പിടിച്ച മുയലിന് 3 കൊമ്പ്, അതായത് മുയലിന് കൊമ്പില്ല പിന്നെയാണ് 3 കൊമ്പ്, അങ്ങനെ കൊണ്ട് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്താലും താങ്ക്സ് പറയില്ല എന്ന് വേണ്ട, അവരുടെ ഭാഗത്തു നിന്നോ സംസാരിച്ച് നമുക്ക് മനസ്സിലാവില്ല അവർക്ക് നമ്മളോട് നന്ദിയുണ്ടെന്ന്. നന്ദിയില്ലാത്ത കുറച്ച് വിഭാഗം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട് കേട്ടോ. പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം ആളുകളെയാണ് ടോക്സിക് പേഴ്സൺ എന്ന് പറയുന്നത്. അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത് മറ്റാളുകളെ കുറിച്ചിട്ടാണ്. നമ്മളും ഇതിൽ പെടുന്ന ആളാണോ, ഞാനും നീയും ഇങ്ങനെ ആണോ എന്നുകൂടി ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ടോക്സിക് ആവാതിരിക്കുക. എല്ലാവർക്കും ഹെൽപ്പും സപ്പോർട്ടും നൽകി അവരോട് നന്ദിയുള്ളവരായി നല്ല വിനയത്തോടും എളിമയോടും സംസാരിച്ച് ആത്മവിശ്വാസത്തോടെ ആവശ്യമില്ലാത്തിടത്ത് റിയാക്ട് ചെയ്യാതെ ആവശ്യമുള്ളിടത്ത് മാത്രം റിയാക്ട് ചെയ്ത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ജീവിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.